ഹലോ എവരി വൺ, നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലെ സുയോ ഹോസ്പിറ്റലിലാണ്. പല കുട്ടികളും ചോദിക്കാറുണ്ട് കോളേജിൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യമുള്ള കോളേജ് ഏതാണെന്ന്. ഇപ്പോൾ മൈസൂരിലെ സുയോ ഹോസ്പിറ്റൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് 3 ഫ്ലോറിൽ ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഫ്ലോർസിലെല്ലാം ഇവിടുത്തെ കോളേജാണ്. അതായത് BSc നഴ്സിംഗ് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ലൈക്ക് BSc നഴ്സിംഗ് ഉണ്ട്, BSc ATOT ഉണ്ട്, ബാക്കി അലൈഡിലുള്ള നിങ്ങൾ ചോദിക്കുന്ന ഏതെല്ലാം കോഴ്സ് ഉണ്ടോ ആ കോഴ്സ് എല്ലാം നമ്മുടെ ഈ ഒരു കോളേജിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോളേജിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവർക്കും സുയോ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് സുയോ കോളേജിലെ ATOT അനസ്തേഷ്യ ഓപ്പറേഷൻ തിയറി ടെക്നോളജി ലെക്ചറും അതുപോലെ തന്നെ കോളേജ് അഡ്മിനിസ്ട്രേറ്ററുമായിട്ടുള്ള ജിഫയാണ്. അപ്പോൾ ജിഫ മാമിനോട് നമുക്ക് കോളേജിലെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. അപ്പം മെയിനായിട്ടും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എത്രത്തോളം ഇവിടെ പഠിക്കുന്നുണ്ട് നമ്മുടെ സുയോയിൽ? ഏകദേശം ഒരു 95% കേരളത്തിലെ സ്റ്റുഡൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കർണാടക സ്റ്റുഡൻസിനാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇത്രയും മലയാളികളുടെ ഇടയിൽ. ആൻഡ് ടീച്ചേഴ്സ് ആയാലും അത് ലെക്ചറേഴ്സും അതുപോലെ തന്നെ പ്രിൻസിപ്പൽസ് ഒക്കെ ഏകദേശം എല്ലാവർക്കും മലയാളം അറിയാം. കാരണം മലയാളം പഠിച്ചിട്ടേ ഇവിടെ കാര്യമുള്ളൂ. അപ്പം നമുക്ക് കൂടുതലും മലയാള സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജാണ്. അപ്പം നമുക്ക് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ആയി ഇവിടെ വരുന്നത്? BSc നഴ്സിംഗ് ഉണ്ട്, അതുപോലെ നമ്മുടെ സുയോ ഹോസ്പിറ്റൽ വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്? RDT ഉണ്ട്, RCT ഉണ്ട്, ATOT, CCT, MLT, MIT. അപ്പൊ ഏകദേശം എല്ലാ പാരാമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും ഇവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കുട്ടികളെ പഠിക്കുമ്പോൾ അവരുടെ ലെക്ചറിംഗ് ഒക്കെ ഫുൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കുമല്ലോ? ഫുൾ ഇംഗ്ലീഷിലായിരിക്കും ഉള്ളത്. പിന്നെ സ്റ്റുഡൻസ് അധികം മലയാളീസ് ആണെങ്കിലും നമുക്ക് ക്ലാസ്സസ് ഇംഗ്ലീഷിലേ പോകാൻ പറ്റും സിലബസിന്റെ രീതിയിൽ. അതുപോലെ തന്നെ കുട്ടികളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹോസ്റ്റൽ നമുക്ക് നിയർ ബൈ തന്നെയാണ്, അതായത് ഒരു 300 മീറ്റർ അത്രേ. ബോയ്സ് ഹോസ്റ്റൽ ഒരു 3 കിലോമീറ്റർ അവേ. എന്നാലും നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ കോളേജിന്റെ ബസ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതായത് കോളേജും അതായത് ക്യാമ്പസും ഹോസ്പിറ്റലും ഒറ്റ ഒരു ബിൽഡിംഗ് തന്നെയാണ് വരുന്നത് അല്ലെ? അതായത് നമ്മുടെ സുയോ ഹോസ്പിറ്റലിന്റെ അല്ല, ക്യാമ്പസും ഹോസ്പിറ്റലും അതെ ഒരേ ബിൽഡിംഗ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ നഴ്സിംഗിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കോളേജിന് INC ഉണ്ടോ, അതുപോലെ തന്നെ KNC ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. സെക്കൻഡ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നു. നമുക്കറിയാം ചില കോളേജ്, ബാംഗ്ലൂരൊക്കെ ചില കോളേജൊക്കെ സെക്കൻഡ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നു. ഒരു കോളേജിൽ തന്നെ 2-3 ക്യാമ്പസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സുയോ കോളേജിൽ അങ്ങനെ 2-3 ക്യാമ്പസ് ഒക്കെ ഉണ്ടോ? ഇല്ല. ആക്ച്വലി INC KNC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഹോസ്പിറ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ വേറെയുണ്ട്. അതായത് ഏകദേശം എല്ലാ ദിവസവും ഇവർക്ക് പ്രാക്ടിക്കൽസ് കിട്ടാനും ഇവർക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് എന്തായാലും ഒരു സെക്കൻഡ് ഓപ്ഷൻ അവിടുത്തെ ആളുകൾക്ക് പ്രയോറിറ്റി ഉണ്ട്. അല്ല, അത് എനിക്ക് മനസ്സിലായി. കാരണം ഇങ്ങോട്ട് നമ്മൾ കയറി വന്നപ്പോൾ ഇത് ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണോ പിള്ളേരാണോ എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അവർ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ പോലെയാണ് ഇവിടെ കോളേജിലുള്ളത്. കാരണം കോളേജിന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബിൽഡിങ്ങിലാണ്, ഒരു ഫ്ലോറിലാണ് കോളേജ്, അല്ലെങ്കിൽ 1-2 ഫ്ലോറിൽ കോളേജ് വർക്ക് ചെയ്യുന്നതും കോളേജും ലാബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നമ്മളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് അലൈഡിനൊക്കെ നമുക്ക് ഹാഫ് ഡേ പ്രാക്ടിക്കലും ഹാഫ് ഡേ തിയറി എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രാക്ടിക്കൽ നോളജും തിയറി നോളജും ഒരുപോലെ പോകും. ഇനി നമുക്ക് ഹോസ്പിറ്റലും ക്യാമ്പസും ഒരു കോളേജിലല്ല, ഒരു ക്യാമ്പസിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തിയറി കയ്യിൽ പോകും, തിയറി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ കയ്യിൽ പോകും. ഇതെന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരു കുടക്കീഴിലായതുകൊണ്ട് നമുക്ക് ഒരുപോലെ പാരലായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നഴ്സിംഗ് ഓഫ് കോഴ്സ് അത് നമുക്ക് സിലബസിൽ പറയുന്ന പോലെ ആയിരിക്കും നമുക്ക് പ്രാക്ടിക്കൽസ് കൊടുക്കുക. ആൻഡ് അതിനുള്ള എക്സ്പോഷർ ഇവിടെ ഇഷ്ടം നമുക്ക് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ്. നമ്മുടെ കോളേജ് എത്ര വർഷമായിട്ട് റൺ ചെയ്യുന്നതാണ്? ഇത് നമുക്ക് ഇനി അടുത്ത ബാച്ച് 6ാമത്തെ വർഷത്തിലേക്കുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ അഡ്മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയാമോ? ഒന്ന് NABH അക്രഡിറ്റഡ് ആണെന്ന് പറഞ്ഞു. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിലുണ്ടോ? അതെ. അത് മെയിനായിട്ട് വാർഡ് വെച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ജനറൽ വാർഡ്, സെമി സ്പെഷ്യൽ വാർഡ്, സ്പെഷ്യൽ വാർഡ്, ഇങ്ങനെ 3 തരത്തിലുള്ള കെയർ പഠിക്കാനുള്ള വാർഡുകൾ തന്നെ ഇവിടെയുണ്ട്. ആൻഡ് OTs ആയാലും നമുക്ക് 10 OTകളുണ്ട്. അതുപോലെ തന്നെ ICU, CCU, NICU, സെപ്റ്റിക് ICU അതൊക്കെ നോർമലായിട്ടുള്ളതുപോലെ. ആൻഡ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് കാത്ത് ലാബ്, എക്കോ കാത്ത് ലാബ്. നമുക്ക് ലൈക്ക് ഹാർട്ട് സ്പെഷ്യാലിറ്റി കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. മീൻസ് ഹാർട്ട് സർജറീസ് കാര്യങ്ങളൊക്കെ. സോ നമുക്ക്
നമുക്ക് കാത്ത് ലാബും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് CCT സ്റ്റുഡൻസിനൊക്കെ മീൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ വെച്ചിട്ടുള്ള കാത്ത് ലാബൊന്നും ഇന്ന് കർണാടകയിൽ അധികം ഇല്ല, അധികം ഹോസ്പിറ്റലിൽ ഇല്ല. സോ അങ്ങനെ CCTക്കൊക്കെ പ്രത്യേകിച്ച് അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാത്ത് ലാബും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റലിലുണ്ട്. എൻ്റെ പേര് അഗ്നൽ ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഫൻസസ് പബ്ലിക് സ്കൂളിൽ ആണ് പഠിച്ചത്. ഞാനിവിടെ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ജിബിൻ ബിനു. ഞാൻ ഇവിടെ തേർഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ചത് കണ്ണൂർ ജില്ലയിലെ വെളിമാനം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ പേര് ഷിയാനശ്രീ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരിക്കുന്നു. എൻ്റെ പേര് അനിറ്റ തോമസ്. ഞാൻ ഇവിടെ തേർഡ് ഇയർ പഠിക്കുന്നു. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ഞാൻ പഠിച്ചത് നടുവിൽ HSS ആണ്. എൻ്റെ പേര് മെർലിൻ ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് CMS HSSലാണ്. എൻ്റെ പേര് അന്ന ജോർജ്. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ പഠിച്ചത് സെൻറ്റ് മേരീസ്. ഞാൻ ഇവിടെ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഹോസ്റ്റൽ ഒരു നിയർ ബൈ ഹോസ്റ്റൽ തന്നെയാണ്. ഏകദേശം ഒരു 5 minutes ഒക്കെ വാക്കിങ്ങിനുള്ളൂ. പിന്നെ അവിടെ റൂമിൽ 4 പേരാണുള്ളത്. അറ്റാച്ച്ഡ് വാഷ്റൂമൊക്കെ ഉണ്ട്. പിന്നെ ഔട്ടിംഗ് ടൈം ഒക്കെ ഉണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങളെ നോക്കാൻ വാർഡനുണ്ട്. ആൻറ്റി ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്. പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയാനാണെങ്കിൽ ഫുഡൊക്കെ കേരള ഫുഡ് തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞങ്ങൾക്ക് ചിക്കൻ, എഗ്ഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോൺ വെജ് ഒക്കെ ഉണ്ട്. ഫുഡൊക്കെ നല്ലതാണ്. നമ്മുടെ കേരള ഫുഡ്, കേരള റൈസൊക്കെ തന്നെയാണ്. പിന്നെ പള്ളിയൊക്കെ അടുത്ത് തന്നെയുണ്ട്. ഞങ്ങൾ സൺഡേയ്സിൽ കുർബാനയ്ക്കൊക്കെ പോവും. അതിനൊക്കെ അലൗഡാണ് ഞങ്ങൾ. പിന്നെ അതിനൊക്കെ ടൈം ഞങ്ങൾക്ക് തരും. നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 2 മാസത്തിന് ശേഷം തന്നെ നമുക്ക് ക്ലിനിക്കൽ തന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷനാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അവിടെ പോസ്റ്റിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ നേഴ്സുമാർ തന്നെ നമുക്കത് പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമുക്കിപ്പം സെം വൈസ് ആയത് കാരണം ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും അതായത് ഫസ്റ്റ് ഇയറിൽ തന്നെ ആയിട്ട് നമുക്ക് 2 മാസത്തെ പോസ്റ്റിംഗ് അവൈലബിൾ ആണ്. പിന്നെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും മീൻസ് സെക്കൻഡ് ഇയറിൽ തന്നെ നമുക്ക് തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും നമുക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് വരും. പിന്നെ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആണ് വരുന്നത്. അതിന് നമുക്കിവിടെ അടുത്തുള്ള ഏതെങ്കിലും PHCയിൽ നമുക്ക് പോസ്റ്റിംഗ് വരും. അപ്പോൾ നമ്മൾ വീടുകളിൽ കൂടെ കയറി വീട്ടിലെ എല്ലാവരുടെയും സർവേ നമ്മൾ കളക്ട് ചെയ്യണം. അതായത് ഷുഗർ പേഷ്യൻറ്റോ BP പേഷ്യൻ്റ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യണം. അതുപോലെ നമുക്ക് പീഡിയാട്രിക്കിൻ്റെ പോസ്റ്റിംഗ് തരുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഫോർത്ത് ഇയറിൻ്റെ പോസ്റ്റിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് വേറെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് അതിനുള്ള പോസ്റ്റിംഗ് നമുക്ക് തരുന്നത്. സൈക്യാട്രിക് പോസ്റ്റിംഗ് ഞങ്ങൾക്ക് വരുന്നത് വിവേക ഹോസ്പിറ്റലിലാണ്. അവിടെ ഞങ്ങൾ ആദ്യം ഇവിടെ സൈക്യാട്രിക് പോസ്റ്റിംഗ് പറഞ്ഞ് പോയപ്പം കുറച്ച് പേടിച്ചൊക്കെയാണ് പോയത്. ഹൈപ്പർ പേഷ്യൻസ് ആയിരിക്കും, സെല്ലൊക്കെ ഇട്ടേക്കുന്നതായിരിക്കും. ബട്ട് അവിടുത്തെ എൻവയോൺമെൻറ്റ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഈവൻ ഡോക്ടേഴ്സ്, അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാവരും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഓരോ കണ്ടീഷനെ പറ്റി ഞങ്ങൾക്ക് ഫുൾ ക്ലാസ്സൊക്കെ എടുത്തു തരും. ഇനിയിപ്പോൾ ഓരോ തെറാപ്പി എല്ലാം ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്ത് തരുമായിരുന്നു. ആൻഡ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു MSc സ്റ്റാഫ് കൂടെ വരും. മാം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ആൻഡ് ഓവറോൾ പോസ്റ്റിംഗ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അവിടുത്തെ പേഷ്യൻസ് ആണെങ്കിലും കുറേ ആക്ടിവിറ്റീസും അങ്ങനെ കുറേ ഹോംവർക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവരതൊക്കെ ചെയ്യും. പിന്നെ ഡാൻസ്, ലാസ്റ്റ് ഡേ ഞങ്ങൾ ഫുൾ ഒരു പ്രോഗ്രാം മോഡൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും തന്നെ. നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് സുയോ ഹോസ്പിറ്റലിലെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ്, കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് എല്ലാവരും പേരും നിങ്ങൾ പഠിച്ച സ്കൂളും ഒന്ന് പറയാമോ? ഞാൻ ഭരത് സുഭാഷ്. ഞാൻ പഠിച്ചത് ബിഷപ്പ് വിദ്യാപീഠ് ചേർത്തല. ഇവിടെ ഞാൻ RCT പഠിക്കുന്നു, റെസ്പിറേറ്ററി കെയർ ടെക്നോളജി. എൻ്റെ പേര് തൻഹ ഫാത്തിമ. ഞാൻ ഇവിടെ ATOT പഠിക്കുന്നു, അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഞാനൊരു NRI സ്റ്റുഡൻ്റ് ആണ്. ഐ ആം ഇഷ്മ. ഞാൻ ഇവിടെ CCT പഠിക്കുന്നു, കാർഡിയാക് കെയർ ടെക്നോളജി. ഞാൻ GHSS എടക്കര +1+2 മലപ്പുറം പഠിച്ച വിദ്യാർത്ഥിനിയാണ്. ഞാൻ റാനിയ ഇസ്മായിൽ. ഞാൻ ഇവിടെ RDT പഠിക്കുന്നു, റീനൽ ഡയാലിസിസ് ടെക്നോളജി. ഞാൻ +2 വരെ പഠിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ പേര് ഫിദ. ഞാൻ MLT പഠിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. കണ്ണൂരിൽ നിന്ന് വരുന്നത് പാലയാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ കോളേജിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അല്ലേ? എങ്ങനെയുണ്ട് കോളേജ്? സുയോഗം എങ്ങനെയുണ്ട്? കോളേജ് ആക്ച്വലി അടിപൊളിയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ താഴെ തന്നെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ ഏത് ഫ്ലോറിലാണ് ഉള്ളത്? ഞങ്ങളിപ്പോൾ 4th ഫ്ലോറിലാണ് ഉള്ളത്.
അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ വരുന്നത് ഹോസ്പിറ്റൽ, തേർഡ് ആൻഡ് ഫോർത്ത് ഫ്ലോർ ആണ് കോളേജ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയത് നിങ്ങൾക്ക്? ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ പോസ്റ്റിംഗിലും ക്ലിനിക്കൽ പോസ്റ്റിംഗ് അവരാരും ഇവിടെ ഇല്ല അല്ലേ? നമ്മളിവിടെ കോളേജ് വിസിറ്റ് വന്നപ്പോഴും നമ്മുടെ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഒക്കെ ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ചോദിക്കാം അല്ലേ? അപ്പോൾ ബോയ്സ് ഹോസ്റ്റൽ എങ്ങനെയുണ്ടോ? ബോയ്സ് ഹോസ്റ്റൽ വളരെ നല്ലതാണ്. നല്ല പുതിയ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീൻ ആൻഡ്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന്? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് ഉള്ളൂ. 5 കിലോമീറ്റർ ആണ്. സ്കൂൾ കോളേജ് ബസ് തന്നെയാണ് പോകുന്നത് അല്ലേ? ഗേൾസ് ഹോസ്റ്റലിനെ കുറിച്ച് ഒന്ന് പറയാം. ഹോസ്റ്റൽ അടിപൊളിയാണ്. ദൂരം ഉണ്ട്, പക്ഷേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ ബിൽഡിംഗ് ആണ്, കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരേ ക്യാമ്പസിൽ തന്നെ എന്താണ് ഹോസ്റ്റലും കൂടെ വരുന്നത് അത്ര നല്ലതൊന്നുമല്ല. നിങ്ങൾക്ക് ഒന്ന് ഇടയ്ക്ക് പുറത്തിറങ്ങും അല്ലേ, പുറത്തൊക്കെ ഒന്ന് കാണാം. അത് രസമാണ്. വൈകുന്നേരം ഒന്ന് എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു നമുക്കൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. മൈസൂരാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൂടെ നമുക്ക് എല്ലാ ദിവസവും കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ.